നമസ്കാരം. ടിസിവി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത അസ്നയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. തെരുവോരങ്ങളിൽ മത്സ്യവിൽപ്പന തകൃതി, തിരു മത്സ്യ മാർക്കറ്റ് നോക്കുകുത്തിയാകുന്നു. ചെറുമുക്കിൽ നാട്ടുകാരും കൂട്ടായ്മ ഫുഡ് സേഫ്റ്റി ക്യാമ്പ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത അസ്നയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ആക്ഷൻ കമ്മിറ്റിയാണ് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. കോവിഡ് വാക്സിൻ എടുത്തതിനെ തുടർന്നുണ്ടായ അലർജിക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുത്തിവയ്പ്പ് നടത്തിയതിനു ശേഷം ഗുരുതരാവസ്ഥയിലായിരുന്ന ഹസ്ന മരണപ്പെടുകയാണുണ്ടായത്. ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാതെ അനാസ്ഥ നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലി സംഘടിപ്പിച്ചത്. കുടുംബത്തെ സംരക്ഷിക്കുക, കുടുംബത്തിന് നഷ്ടപരിഹാരം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് സൗത്ത് സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT സിദ്ദിഖ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആ മരണത്തിന്റെ കാരണം എന്താണ്, അതിന് ഹേതുവായ സംഗതികൾ എന്ത് എന്ന് അന്വേഷിക്കുവാനോ ആ കുടുംബത്തെ പോലുമെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തുവാനോ തയ്യാറാകാത്ത ആരോഗ്യ വകുപ്പിന്റെ കൊടും കാര്യസ്ഥതയെക്കുറിച്ചുള്ള പ്രതിഷേധമാണ് ഇന്ന് ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത്. അസ്ന മരിച്ചു എന്ന കാര്യത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഒരു തർക്കവും ഉണ്ടാവില്ല. വാക്സിൻ എടുത്തത് കൊണ്ടാണോ അസ്നയ്ക്ക് മരണം സംഭവിച്ചത്? ചെയർമാൻ CK ജയകുമാർ അധ്യക്ഷത വഹിച്ചു. പരപ്പാര സിദ്ദീഖ്, S ദിനേശ്, പാറക്കൽ ബഷീർ, അരവിന്ദാക്ഷൻ മാസ്റ്റർ, TM മുത്തുണ്ണി, മുസ്തഫ AP, മഠത്തിൽ ശ്രീകുമാർ, VV രാജേന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. PK മുഹമ്മദ് ബഷീർ സ്വാഗതവും TK കുഞ്ഞവറാൻ ഹാജി നന്ദിയും പറഞ്ഞു. മാർച്ചിന് TK സക്കീർ ഹാജി, KP അമീൻ, TK മുഹമ്മദ് കുട്ടി, ലതാ മാരായത്ത്, കക്കാട്ടിൽ സൈനുദ്ദീൻ, കൊറ്റാരത്ത് നാസർ, ഉപേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. തെരുവോരങ്ങളിൽ മത്സ്യവിൽപ്പന തകൃതി, തിരു മത്സ്യ മാർക്കറ്റ് നോക്കുകുത്തിയാകുന്നു. നഗരസഭ കനിഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം വഴിമുട്ടുമെന്ന തൊഴിലാളികൾ. അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് മത്സ്യക്കച്ചവടക്കാർ പറഞ്ഞു. പയ്യനങ്ങാടി, താഴെപ്പാലം, പൊങ്ങോട്ടുകുളം, പൂക്കയിൽ, നടുവിലങ്ങാടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് തെരുവോര മത്സ്യക്കച്ചവടം പൊടിപൊടിക്കുന്നത്. ഇതോടെ നഗരസഭ മത്സ്യ മാർക്കറ്റിലേക്കുള്ള ആളുകളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു. നേരത്തെയുണ്ടായിരുന്ന 40ഓളം കച്ചവടക്കാരിൽ 10ഓളം കച്ചവടക്കാർ മാത്രമേ നിലവിലുള്ളൂ. ഭീമമായ വാടക കുടിശ്ശിക അടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കച്ചവടം കുത്തനെ കുറഞ്ഞതാണ് ഇതിന് പ്രധാന കാരണമായി ഇവർ പറയുന്നത്. തിരൂർ മത്സ്യ മാർക്കറ്റിലെ റീറ്റെയിൽ ഫിഷ് മാർച്ചൻ്റ് അഥവാ റീറ്റെയിൽ മത്സ്യ കച്ചവടക്കാരെ ഒരു വേവലാതിയും ഒരു പരാതിയുമാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു പരാതിക്ക് ഞങ്ങൾ ഇതിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു കാരണം ഇപ്പോഴുണ്ടായത്, ഇപ്പോൾ വലിയ കുടിശ്ശിക ഞങ്ങൾക്ക് വരികയും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാർ രജിസ്ട്രേഷൻ ആയിക്കൊണ്ട് തന്നെ ഞങ്ങളെ വീടുകളിലേക്ക് അതിൻ്റെ കടലാസുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്കും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പരിശോധിച്ചാൽ അറിയാം ഇത്രത്തോളം വരുന്ന തട്ടുകൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ തട്ടിലുള്ള ആളുകളൊക്കെ കൂടിയിട്ട് മൊത്തത്തിൽ ചെയ്യുന്നത് ഒരു 5-8 കച്ചവടക്കാരാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. അതന്നെ സ്ഥിരമായി കല്യാണ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഫംഗ്ഷൻ പരിപാടികൾക്കോ ഓർഡറുള്ള മീൻ കൊടുക്കുന്ന കച്ചവടം മാത്രമാണ് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നടക്കുന്നത്. ഈ മാർക്കറ്റിൻ്റെ പരിസര പ്രദേശങ്ങൾ, തിരൂർ മത്സ്യ മാർക്കറ്റിൻ്റെ പരിസര പ്രദേശങ്ങളിൽ തിരൂർ മുനിസിപ്പാലിറ്റിൻ്റെ ഏരിയയിൽ 100 കണക്കിന് ആപ്പവണ്ടികൾ വന്നിട്ട് കച്ചവടം ചെയ്യുന്നു. നിരന്തരം ഞങ്ങൾ ഇത് ഉദ്യോഗസ്ഥന്മാരെ ഉണർത്തിയതാണ്. ഈ ഉണർത്തിയ ഉദ്യോഗസ്ഥന്മാർ ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ നിരന്തരമായി ഞങ്ങളെ കുടിശ്ശിക അടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൈകളിലേക്ക് നോട്ടീസ് തരികയും വീടുകളിലേക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. കോവിഡ് മഹാമാരി കാലത്ത് 9 മാസത്തോളം മാർക്കറ്റ് അടച്ചിട്ടെങ്കിലും വാടക ഒഴിവാക്കാൻ തയ്യാറാകാത്തതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി ഏർപ്പെടുത്തിയ ഈ വാടക സമ്പ്രദായം അന്ന് 43 കച്ചവടക്കാർക്കായിരുന്നു തട്ട് ഏർപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഇതിൽ 35 തട്ടേ ഉള്ളൂ ഇവിടെ നിലവിൽ. അതിലിപ്പോൾ 5-6 തട്ടിലെ കച്ചവടം നടക്കുന്നുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തെരുവോരങ്ങളിൽ കച്ചവടം വ്യാപകമായിട്ട് ഉയർന്നതാണ്. കാരണം ഈ ഏയൂർ റോഡിൽ, റിംഗ് റോഡിൽ, താഴെപ്പാലം, നടുവിലങ്ങാടി, പിന്നെ നമ്മളെ താഴെപ്പാലത്ത് പൂങ്കോട്ടുകുളം, അതുപോലുള്ള പല സ്ഥലങ്ങളിലും ഒരുപാട് വണ്ടികളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ മാർക്കറ്റിൽ മീൻ കൊള്ളാനും മീൻ പഠിക്കാൻ ആളില്ല, ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ്. ഒന്നാമത് മാർക്കറ്റിൽ കയറാനൊരു ചവിട്ടിപ്പടിയില്ല, വെള്ളമില്ല, മാർക്കറ്റിൽ സ്മെല്ലിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്.
ഞങ്ങൾ തന്നെ കുറേ ആൾക്കാർ രോഗികളായി, കുറേ ആൾക്കാർ മരണപ്പെട്ടു പോയി, കുറേ ആൾക്കാർ നിലവിൽ വാടകക്കാരാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 പ്രളയം വന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് 10 മാസത്തോളം അടച്ചിട്ട് 10 മാസം അടച്ചിട്ടതിൽ ഇതിൻ്റെ നവീകരണം എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 മാസം വേറെ അടച്ചിട്ട് ഇപ്പോൾ വാടകൻ്റെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ബാധ്യത വന്നിരിക്കുന്നത്. അതിപ്പോൾ അടക്കാൻ യാതൊരു വിധ നിവൃത്തിയില്ലായിട്ട് കച്ചവടക്കാർ പരസ്പരം ബേജാറായിട്ട് നിൽക്കുക. കാരണം വെച്ചാൽ ഇത് ബില്ല് ഇതിൻ്റെ റെസീറ്റ് വീട്ടിലേക്കാണ് വരുന്നത്, പോസ്റ്റ് വഴി വരികയാണ്. മത്സ്യ മാർക്കറ്റ് നോക്കുകുത്തിയാക്കിയുള്ള തെരുവോര കച്ചവടം അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് മത്സ്യക്കച്ചവടക്കാർ പറഞ്ഞു. നിലവിൽ ഇപ്പോഴത്തെ ഇതിൽ കഴിഞ്ഞ ഭരണസമിതി ഉണ്ടാക്കിയ ഈ വാടക സമ്പ്രദായം നിലവിൽ ഒഴിവാക്കിയിട്ട് ഞങ്ങൾക്ക് കുത്തക കൊടുക്കുന്ന രീതിയിൽ ഈ തട്ടിതാക്കി. എന്നാൽ നിലവിൽ ഇവിടെ എല്ലാവർക്കും കച്ചവടം ചെയ്തിട്ട് അന്നാന്നത്തെ പഴയ മാതിരി തിരൂർ മാർക്കറ്റിൽ പഴയ മാതിരി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ മുനിസിപ്പാലിറ്റിയോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. മനുഷ്യരെ നിത്യരോഗിയാക്കുന്നത് ഭക്ഷണക്രമവും ശൈലിയുമാണെന്ന് തിരുവങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT സാജിദ പറഞ്ഞു. ഫാസ്റ്റ് ഫുഡും ക്രമം തെറ്റിയ ആഹാര രീതിയും ഇതിന് കാരണമെന്നും അവർ പറഞ്ഞു. ചെറുമുക്കിൽ നാട്ടുകാരും കൂട്ടായ്മ സംഘടിപ്പിച്ച ഫുഡ് സേഫ്റ്റി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഭക്ഷണ സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നതിലും പാകം ചെയ്യുന്നതിലുമുള്ള അശ്രദ്ധയും ക്രമം തെറ്റിയുള്ള ആഹാര രീതിയും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവുമെല്ലാം മനുഷ്യനെ നിത്യരോഗിയാക്കുന്നതായി KT സാജിദ പറഞ്ഞു. ബോധവത്കരണത്തിലൂടെ ജനങ്ങളുടെ ജീവിതശൈലി മാറ്റാനും മാറാരോഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്താനുമെല്ലാം ഇത്തരം ക്യാമ്പുകൾ വലിയ മുതൽക്കൂട്ടാകുമെന്നും KT സാജിദ പറഞ്ഞു. ഓരോ വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഫുഡ് ആൻഡ് സേഫ്റ്റി, അതുപോലെ പല മേഖലയിലുള്ള ആരോഗ്യ മേഖല, പല പ്രദേശത്തുകാർക്ക് നാട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മളെ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വ്യത്യസ്ത പരിപാടികളാണ് നമ്മുടെ ക്ലബ്ബുകൾ ആവിഷ്കരിക്കാറുള്ളത്. അത് 4 ഭാഗങ്ങളിലായി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നും 2ാമത്തെ പരിപാടിയാണ് ഇതെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും എൻ്റെ ക്ലബ്ബും ഭാരവാഹികൾക്കൊക്കെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടുള്ള ആയുസ് പടച്ചതമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ. ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഐശ്വര്യ ക്ലബിന്റെയും ഗ്രന്ഥാലയത്തിന്റെയും തിരൂരങ്ങാടി ICDSന്റെയും സഹകരണത്തോടെ ചെറുമുക്കിൽ സംഘടിപ്പിച്ച ഫുഡ് സേഫ്റ്റി ക്യാമ്പ് തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT സാജിദ ഉദ്ഘാടനം ചെയ്തു. വീടുകളിലെ തീന്മേശ വിശേഷങ്ങളെക്കുറിച്ച് കൊണ്ടോട്ടി സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ KC മുഹമ്മദ് മുസ്തഫ ക്യാമ്പിൽ ക്ലാസ് എടുത്തു. വാർഡംഗം അരിക്കാട്ട് സൗദ മരക്കാരുട്ടി അധ്യക്ഷത വഹിച്ചു. ഐശ്വര്യ ക്ലബ് അംഗങ്ങളായ T സൽമാൻ, C ഫവാസ്, M റസാഖ്, V ജാബിർ, കൂട്ടായ്മ അംഗങ്ങളായ VP ഖാദർ ഹാജി, പനക്കൽ ബഷീർ, ഹനീഫ ചെറുമുക്ക്, മുസ്തഫ ചെറുമുക്ക്, NP അരുൺ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. YMCA തിരുത്ത് ഒരുക്കിയ ക്രിസ്മസ് പുതുവത്സരാഘോഷം വർണ്ണാഭമായി. ക്രിസ്മസ് പാപ്പമാർ നഗരപ്രദക്ഷിണം നടത്തി. തിരു GMP സ്കൂളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടി കുറുക്കോളി മൊയ്തീൻ ML ഉദ്ഘാടനം ചെയ്തു. YMCA തിരുവിന്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടികൾ തിരു GMP സ്കൂളിൽ കുറുക്കോളി മൊയ്തീൻ ML ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ലോകം വളരെയേറെ പുരോഗമിച്ചു വരികയാണ്. വലിയ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളെല്ലാം ജനങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വളർച്ചയും ഈ വികാസവും ജനങ്ങളുടെ മനസ്സിനെ കൂടുതൽ ഇടുങ്ങി പോകുന്ന ഒരു സാഹചര്യം, ചുരുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ട സാഹചര്യങ്ങൾ കൂടി നമ്മൾ കാണേണ്ടി വരികയാണ്. ഹൃദയങ്ങൾ ചുരുങ്ങും, ജനങ്ങൾ തമ്മിൽ അകലും. അങ്ങനെയുള്ള ഒരു സാഹചര്യം ദൗർഭാഗ്യവശാൽ സമൂഹ മധ്യത്തിൽ ഉണരുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണ് കോവിഡ് അനന്തര ഈ ആഘോഷ പരിപാടികളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാൻ ഉള്ളത്. മതങ്ങൾ കൂടുതൽ സ്നേഹം വളർത്താൻ കാരണമാക്കണം. ദൈവവിശ്വാസം അതിലേക്കുള്ള വഴിയാണ്. പ്രസിഡന്റ് S ദാനം അധ്യക്ഷനായിരുന്നു. നഗരസഭാ അധ്യക്ഷ AP നസീമ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ ഉപാധ്യക്ഷൻ P രാമൻകുട്ടി ക്രിസ്മസ് കേക്ക് മുറിച്ചു. ഡിവൈഎസ്പി VV ബെന്നി ഗുരുശ്രേഷ്ഠ പുരസ്കാരം നേടിയ KP സാജുവിനെയും വീട് വെക്കാൻ 2 കുടുംബങ്ങൾക്ക് സൗജന്യമായി സ്ഥലം നൽകിയ ജസ്റ്റിൻ ചിത്രലേഖ ദമ്പതികളെയും ആദരിച്ചു. വിവിധ സഭാവിഭാഗങ്ങളിലെ വികാരിമാരായ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ വടക്കേൽ, റവറന്റ് ഫാദർ അനീഷ് തോമസ്, റവറന്റ് ഫാദർ PL ഡെന്നി, റവറന്റ് ഫാദർ രാജേഷ്, റവറന്റ് ഫാദർ ജയദാസ് മിത്രൻ, YMCA മലപ്പുറം സബ് റീജിയണൽ കൺവീനർ CS റെനി എന്നിവർ ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി. നഗരസഭ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷ്, YMCA സെക്രട്ടറി ഡോക്ടർ ലെബി മനോജ്, MI ജേക്കബ്, മനോജ് ജോസ്, K ബൽരാജ്, K രാജ്മോഹൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ക്രിസ്മസ് പാപ്പമാരുടെ ഡാൻസ്, അസ്മ കൂട്ടായി, റാഫി പർവണ എന്നിവർ നേതൃത്വം നൽകിയ ക്രിസ്മസ് സംഗീത പരിപാടി എന്നിവയും അരങ്ങേറി. ക്രിസ്മസ് പാപ്പമാരുടെ നഗരപ്രദക്ഷിണം ഏറെ ശ്രദ്ധേയമായി.
മുസ്ലിം ലീഗ് നേതാവായിരുന്ന CK കുഞ്ഞുഹാജിയുടെ സ്മരണയ്ക്കായി വെട്ടം ആലുശ്ശേരിയിൽ സാംസ്കാരിക കേന്ദ്രവും ലൈബ്രറിയും ഒരുങ്ങി. CK കുഞ്ഞുഹാജി സ്മാരക സാംസ്കാരിക കേന്ദ്രം ലൈബ്രറിയുടെ ഉദ്ഘാടനം ET മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചു. വെട്ടത്ത് നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യവും ജില്ലാ കൗൺസിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയുമായിരുന്ന CK കുഞ്ഞുഹാജിയുടെ നാമധേയത്തിൽ വെട്ടം ആലുശ്ശേരി മുസ്ലിം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച CK കുഞ്ഞുഹാജി സ്മാരക സാംസ്കാരിക കേന്ദ്രം ലൈബ്രറി ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞാജിയായിട്ട് അത്രയും അടുത്ത ഒരാളായിരുന്നു. അടുത്ത ആളെന്ന് പറഞ്ഞാൽ വളരെ വളരെ അടുത്ത ആളാണ്. ഞാനിവിടെ ഈ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ 91 മുമ്പ് കാലത്ത് അനൗൺസ് ചെയ്തപ്പോൾ, അപ്പോൾ ഞാൻ അന്ന് അനൗൺസ്മെൻറ്റ് കേട്ടതിന് ശേഷം ആദ്യമായിട്ട് വന്നത് നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഉള്ള ലീഗ് ഓഫീസിലേക്കാണ്. ഓഫീസിൽ ഞാൻ വന്ന സമയത്ത് അവിടെ കുഞ്ഞാജിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചെയ്യുകയാണ്. സ്ഥാനാർത്ഥി എന്നുള്ളത് ഞാൻ ആദ്യം വന്ന സമയത്ത് അവിടെ കയറാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ട്. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുപോയി ആദ്യം സ്വാഗതം ചെയ്തു. എല്ലാ നിലയിലും ഒരു സ്ഥാനാർത്ഥിക്ക് ആദ്യം മത്സരിക്കാൻ വരുന്ന സമയത്ത് ഒരു എന്താ പറയുക, മനസ്സിൻ്റെ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ആവേശം ഉണ്ടാക്കുന്ന വിധത്തിൽ എന്നോട് സമീപിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ, ഞാൻ ഈ മണ്ഡലത്തിലേക്ക് കാല് വെച്ച അന്നത്തെ ദിവസം എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ലീഗ് രാഷ്ട്രീയത്തിലെ ഒരു കരുത്തായി, സ്ഥൈര്യത്തിൻ്റെ ഒരു ഭാവമുണ്ട് അദ്ദേഹത്തിന്. എന്ത് വന്നാലും നോക്കാം എന്നുള്ള ഒരു സമീപനം, അത് ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടത്തിലായി. 4 പതിറ്റാണ്ടിലേറെക്കാലം സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിച്ച PP കോയമൊയ്തീനെ ചടങ്ങിൽ ആദരിച്ചു. CB രാങ്കുട്ടി അധ്യക്ഷനായിരുന്നു. പ്രദേശത്ത് നിന്ന് വിവിധ രംഗങ്ങളിൽ പ്രതിഭകളായവരെ ചടങ്ങിൽ അനുമോദിച്ചു. കുറുക്കുളി മൊയ്തീൻ MLA, അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA, അഷ്റഫ് കോക്കൂർ, P സുരേന്ദ്രൻ, നൌഷാദ് നെല്ലാഞ്ചേരി, വെട്ടം ആലിക്കോയ, KM ഹസൻ, കൃപാധരൻ, PP അബ്ദുൽ നാസർ, ആബിദ സലാം, KTO ഹമീദ് നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത അസ്നയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. തെരുവോരങ്ങളിൽ മത്സ്യവിൽപ്പന തകൃതി, തിരു മത്സ്യ മാർക്കറ്റ് നോക്കുകുത്തിയാകുന്നു. ചെറുമുക്കിൽ നാട്ടുകാരും കൂട്ടായ്മ ഫുഡ് സേഫ്റ്റി ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതോടുകൂടി ഈ വാർത്തകൾ സമാപിക്കുന്നു. അടുത്ത വാർത്ത 5:30. നന്ദി, നമസ്കാരം.